ഷൊർണൂരിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. നഗരസഭാ കാര്യാലയത്തിൽ ചെയർമാൻ എം.കെ. ജയപ്രകാശ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ ഗീതത്തോടെയാണ് നഗരസഭാ കാര്യാലയത്തിൽ നഗരസഭാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ തുടങ്ങിയത്. ചെയർമാൻ എം.കെ. ജയപ്രകാശ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷ സന്ദേശം നൽകി. ഏതാണ്ട് നൂറ്റാണ്ടുകൾ നമ്മുടെ രാജ്യത്തെ അടക്കി പോകുന്ന ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരായി രാജ്യമെമ്പാടും ഉയർന്നു വന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ. ആ പ്രക്ഷോഭങ്ങളെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന ഒറ്റ മുദ്രാവാക്യം അതിന് പിന്നിൽ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോയിട്ടുള്ള മഹാത്മാഗാന്ധി ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിൽ അധികകാലം ജീവിക്കാൻ സാധിച്ചു. നഗരസഭാ സെക്രട്ടറി പി.എസ്. രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. കൃഷ്ണകുമാർ, കെ.എം. ലക്ഷ്മണൻ, എസ്.പി.എച്ച്.ഐ. കെ.ടി. വിനോദ് കുമാർ, ജെ.എച്ച്.ഐ. ലിഷ സി. ജോർജ്, സി.ടി. ദിവ്യറാണി, രശ്മി സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണം നടന്നു. നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കണ്ടിജന്റ് ജീവനക്കാർ, ഹരിതകർമ്മസേന, അമൃതമിത്രം വർക്കേഴ്സ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വ മിഷൻ ഹർ ഘർ തിരങ്ക, ഹർ ഘർ സ്വച്ഛതാ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയിൽ സെൽഫി പോയിന്റ്, ക്യാൻവാസിൽ ത്രിവർണ്ണ കളർ ക്യാമ്പയിൻ എന്നിവയുമുണ്ടായി. സ്വാതന്ത്ര്യദിനാഘോഷ റാലിയും സംഘടിപ്പിച്ചു. ഷൊർണൂരിലെ മറ്റ് വിവിധ കേന്ദ്രങ്ങളിലും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കവളപ്പാറ AUP സ്കൂളിൽ 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ഗാന്ധി പ്രതിമ അനാച്ഛാദനം നഗരസഭാ ചെയർമാൻ എം.കെ. ജയപ്രകാശ് നിർവഹിച്ചു. ദേശീയ പതാക ഉയർത്തിയ ശേഷം ചെയർമാൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മഹാത്മാഗാന്ധിയെ പോലെയുള്ള ലോക ശ്രദ്ധയാകർഷിച്ച ഉജ്ജ്വലനായിട്ടുള്ള അഹിംസാ സമരത്തിലൂടെ രാജ്യത്ത് ശ്രദ്ധേയമായ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയുടെ പൈതൃകം ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സ്മരിക്കേണ്ടതുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ വളരെ ലളിതമായ ജീവിതവും അതോടൊപ്പം തന്നെ നാടിന് മാതൃകയുമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം അത് സംരക്ഷിക്കാൻ കോളനി വാഴ്ചയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ജനങ്ങളെ അണിനിരത്താൻ 2024-25 വർഷത്തെ PTA-യും മാനേജ്മെന്റും ചേർന്നാണ് സ്കൂൾ അങ്കണത്തിൽ ഗാന്ധി പ്രതിമ നിർമ്മിച്ചത്. ശില്പി കവളപ്പാറ സ്വദേശി VP രാഗേഷിനെ ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർ KS ശോഭന അധ്യക്ഷയായിരുന്നു. പ്രധാനാധ്യാപിക KP സരസ്വതി, E രാജഗോപാൽ, M ചിത്ര, PK മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും തുടർന്ന് തോൽപ്പാവക്കൂത്ത് അവതരണവുമുണ്ടായി. ഷൊർണൂർ NSS കരയോഗത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. കരയോഗം പ്രസിഡന്റ് P. നാരായണൻ പതാക ഉയർത്തി. സെക്രട്ടറി A. വിജയൻ, ഖജാൻജി KP രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, PM സേതുമാധവൻ, M. രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മധുരപലഹാര വിതരണവും നടന്നു. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് A.T. രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി VR സതീശൻ, KJ മൈക്കിൾ, CM അംബിക, NV വിനോദ്, ഉണ്ണി പാണ്ടത്ത്, KK ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KSSPU ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. ഷൊർണൂർ പെൻഷൻ ഭവനിൽ പ്രസിഡന്റ് TK ഭാസ്കരൻ ദേശീയ പതാക ഉയർത്തി. ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം P. ഗംഗാധരൻ, പ്രസിഡന്റ് TK ഭാസ്കരൻ, സെക്രട്ടറി ES കൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CN ഭവദാസൻ ഉണ്ണി മാസ്റ്റർ, ഏരിയ സെക്രട്ടറി KO ജോസഫ്, ഇന്ദിര, പ്രേമ, രാജാമണി, അശോകൻ, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ഗാനാലാപനത്തോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു.
തുടർന്ന് മിഠായി വിതരണവും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.